രാവിലെ തന്നെ ഞങ്ങൾ ഗുണ കേവിൻ്റെ മുന്നിലുള്ള ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നിട്ട് കട്ട പോസ്റ്റ് ആയതാണ്. ഇവിടെ എൻട്രി എന്ന് പറയുന്നത് രാവിലെ 8:30 പിന്നെ ക്ലോസിങ് ടൈം 4:30. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ ഒരുപാട് ആളുകളും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട് ടൈം കട്ട പോസ്റ്റായി. പിന്നെ ഒരു റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ രാവിലെ 6:30 ഞങ്ങൾ വന്നിവിടെ നിൽക്കാണ്ടോ. പുറത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. കാറ്റിൻ്റെ ഒരുമാതിരി ശബ്ദമൊക്കെ കേട്ടിട്ട് ആകെ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ വന്നതിൻ്റെ പിന്നാലെ തന്നെ ഒരുപാട് വണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. 8:30 കേട്ടോ ഇവിടെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതുവരെ ഞങ്ങൾ ചായ ഒന്നും കുടിക്കാണ്ട് എന്തായാലും ഇത് കണ്ടിട്ട് തന്നെ മടങ്ങുള്ളൂ എന്നുള്ള ഭാഷയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന്. അതിനുശേഷം ഫോറസ്റ്റുകാർ വന്നു. കാരണം അവിടെ ഒരു മരം വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷമാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നത്. ഒരു 8:45 ഞങ്ങൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് തുറന്ന പാട് ഫസ്റ്റ് വണ്ടി പുറത്തുനിന്നുള്ള വണ്ടി ഞങ്ങളെയാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഗുണ കേവിൻ്റെ മുന്നിലെത്തി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിക്കുട്ടിയും ആനരാജേട്ടനും ഏച്ചിയും അശ്വതേച്ചിയും മിഥുനേട്ടനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് മിഥുനേട്ടനെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്നൊരു വീഡിയോ എടുത്തില്ലെങ്കിൽ നഷ്ടമല്ലേ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ദഹിയായിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റവും ഫസ്റ്റ് കയറുന്നത് ഞങ്ങളാട്ടോ ഗുണ കേവിലേക്ക്. അപ്പോൾ ഇന്നലെ വെയിറ്റ് ചെയ്തതിന് ഇന്നൊരു കാര്യം ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ അത്ര ടൈം ഇത് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ച ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എന്നാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഫസ്റ്റ് കൂടെ വരുന്നതൊക്കെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരേട്ടന്മാരാണ് കേട്ടോ. കാരണം ഞങ്ങൾക്കൊന്നും പറ്റണ്ട കാണിച്ചു തരാൻ വേണ്ടി വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ മുകളിലത്തെ മരത്തിൻ്റെ ചില്ലകളൊക്കെ ഒടിഞ്ഞ് താഴേക്ക് വരുന്നുണ്ട്. എന്തായാലും മുന്നോട്ട് തന്നെ വെച്ച കാലം മുന്നോട്ട് തന്നെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാം കേട്ടോ. പൊള്ളി ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. അതിന് ക്ലൈമറ്റ് എന്ത് ഭംഗിയാണെന്നറിയോ. മഴ പെയ്താൽ ഞങ്ങൾ തീർന്നത് തന്നെ. ഇപ്പോഴൊന്നല്ല കേട്ടോ, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണ്ട. കാരണം മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ആ ഒരു വ്യൂ കാണാൻ പറ്റുന്നത്. ഇപ്പം ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ മുമ്പിലുള്ളവരൊക്കെ കുറച്ച് മുന്നോട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കാരണം കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും ഊരി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാനൊരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് പട്ടിശോ ഇറക്കി നടക്കാൻ തുടങ്ങി. എനിക്ക് തോന്നിയത് മഞ്ഞും മഴയും ചെറുതായിട്ടൊരു ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ എത്തുന്ന സമയത്ത്. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഉള്ളിലൊരു ചെറിയൊരു ഭയം ഇല്ലാതില്ലാതെ ഇനി ഉള്ളിലോട്ട് പോകുമ്പോഴാണ് അടിപൊളി വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റെ മക്കളെ അടിപൊളി വ്യൂ എന്ത് ഭംഗിയാണെന്നറിയോ. അത് ശരിക്ക് അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ പാട്ട് ഓർമ്മ വരുന്നത്. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കണിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാൻ്റെ സൗഖ്യമേ ഉன்னை எண்ணி பார்க்கையில் கவிதை கொட்டது அது எழுத முடிக்கையில் நானா கண்மணி